കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകത്തിൽ ഇതുപോലൊരു വിധി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതാദ്യത്തേതാണ്. ഇത്രയും പ്രതികളെ ശിക്ഷിച്ചുകൊണ്ടുള്ള ഒരു വിധി നമുക്ക് ലഭിക്കാനിടയായത് സന്ദർഭോചിതമായി, സമയോചിതമായി, നിയമപരമായി ബഹുമാനപ്പെട്ട കോടതിക്ക് തോന്നിയ നല്ല ബുദ്ധി. അതുകൊണ്ട് തന്നെ നമുക്ക് അന്വേഷണ ഏജൻസിയെ നമുക്ക് നിലവിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാറ്റി CBIക്ക് ഈ കേസ് കൊടുക്കാൻ തൻ്റെയിടം കാണിച്ച, നട്ടെല്ല് കാണിച്ച ഉദ്യോഗസ്ഥ വൃന്ദം തന്നെയാണ് ഈ കേസിൻ്റെ പിറകിലും അതിൻ്റെ വിജയശില്പികൾ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. വളരെ ഡിസർവ് ചെയ്യുന്നൊരു കേസാണിത്. ഇപ്പോൾ കേരളത്തിലൊരു പക്ഷേ ഇത്രയേറെ ആളുകളെ ശിക്ഷിച്ച ഒരു കേസ് വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇല്ലെന്ന് തോന്നുന്നു എനിക്ക്. ഇനി മാത്രമല്ല, ബാക്കി ഇതിൻ്റെ അകത്ത് കടന്നു വരാനുള്ളവർക്കെതിരെ വീണ്ടും കോടതിയിലേക്ക് പോവുകയാണ്, ഹൈക്കോടതിയിൽ പോകും. ഇന്നിപ്പോൾ കേസിൻ്റെ അകത്ത് വിധിയായി ഇന്ന ആളുകൾക്കൊക്കെ എതിരായി ഒരു വിധി വന്നു. ആ വിധിയിൽ പെടാത്ത ആളുകൾക്കെതിരെ വീണ്ടും ഹൈക്കോടതിയെ ഞങ്ങൾ സമീപിക്കും. ആ ഹൈക്കോടതിയിൽ ഞങ്ങൾ ആ വിധി വാങ്ങും. എല്ലാ ആളുകൾക്കും നമ്മൾക്കിതൊരു മോഡൽ ഒരു പണിഷ്മെൻ്റായി ഈ കേസിനെ മാറ്റും എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് CBIയുടെ അന്വേഷണം പരിസമാപിച്ചത് എന്നത് അതിൽ വന്ന ഉദ്യോഗസ്ഥന്മാരുടെ ആത്മാർത്ഥതയും മനക്കരുത്തുമാണ് അതിൻ്റെ എല്ലാം അടിസ്ഥാന ഘടകം. അവരെ ഞാൻ അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. അല്ല, കുഞ്ഞിരാമന് മുകളിലുണ്ട്, കുഞ്ഞിരാമന് താഴെയുണ്ട്. ഞങ്ങളിതൊക്കെ ആദ്യമേ പറഞ്ഞതാണ്. ഞങ്ങളവിടെ പൊതുയോഗത്തിൽ ഞാൻ നിരവധി വട്ടം പ്രസംഗിച്ച കൂട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇനിയും ബാക്കി വരാനുണ്ട്. അത് നമ്മൾ അടുത്ത തവണത്തെ ഹൈക്കോടതിയിൽ പോകുമ്പോൾ അതൊക്കെ ഞങ്ങൾ കെട്ടി കൊണ്ടുപോകും. അവിടെ വെച്ച് ഹൈക്കോടതി തീരുമാനിക്കട്ടെ എന്നുള്ള രീതിയിലേക്ക് ഞങ്ങളങ്ങ് വിടാം. ഓക്കെ, രാഷ്ട്രീയ പങ്ക് തന്നെയല്ലേ, അവർക്കതല്ലേ ഉള്ളൂ. കേരളത്തിൽ ഉത്തര മലബാറിൽ പ്രത്യേകിച്ചിട്ടും ഇവരുടെ കൃത്യമായ അജണ്ടയല്ലേ ഇത്. അവിടെ എവിടെയെങ്കിലും ഒരു കയ്യും കാലും എടുത്തിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടി സമ്മതിക്കുമോ? ഇല്ലല്ലോ. CPMന് പങ്കില്ലെങ്കിൽ പിന്നെ ആരാ പങ്കുന്നത്? അദ്ദേഹം പറയട്ടെ, അദ്ദേഹം CBIയോട് പോയി പറയട്ടെ, അല്ലെങ്കിൽ അദ്ദേഹം കോടതിയോട് പറയട്ടെ. അനുവാദം കൊടുത്തില്ല. ഫാമിലി മെമ്പേഴ്സ് ആവശ്യപ്പെട്ടത് രാജ്ഘട്ടിൽ തന്നെ ദയിപ്പിക്കണമെന്നായിരുന്നു പ്രധാനമന്ത്രി. പക്ഷേ അതിന് അനുവാദം കൊടുത്തില്ല എന്നുള്ള കോൺഗ്രസ് വലിയൊരു ആക്ഷേപം ഉന്നയിക്കുന്നു. അതൊരു മനസ്സിന് ഇത്തിരി നോവുണ്ടാക്കിയൊരു സംഭവമാണ്. കാരണം കുടുംബക്കാരുടെ ഒരു അന്ത്യാഭിലാഷം, ആഗ്രഹം, ആ ആഗ്രഹത്തിന് പച്ചക്കൊടി കാണിക്കുക, അതാണ് സ്വാഭാവികമായും ഉള്ള ഒരു നേട്ടം. പക്ഷേ ഇക്കുറി എന്തോന്നറിയില്ല, നമ്മൾ ഗവൺമെൻറ് അത് പരിഗണിച്ചില്ല എന്നുള്ളതാണ് അതിനകത്ത് വന്നിരിക്കുന്ന വീഴ്ച. അതൊരു വലിയൊരു വീഴ്ച തന്നെയാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.